എല്ലാം നമ്മളെ നേരെ വരുമ്പോഴേക്കാരെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാം. എടാ ഈ വീഡിയോ കാണുന്നത് ആരും ആയിക്കോട്ടെ, കുറച്ചൊരു മനുഷ്യത്തിലാണെങ്കിൽ സ്കിപ്പ് ചെയ്യല്ലേ. ഏതൊരു ജാതി ആയിക്കോട്ടെ, ഏതൊരു മതം ആയിക്കോട്ടെ, ഏതൊരു വർഗ്ഗം ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, കുറച്ചൊരു മനുഷ്യത്തിലാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കും. ഇതൊരു ഗീവന്റെ വീഡിയോ ആണെങ്കിൽ ആരും പറയാതെ നമ്മൾ സൂക്ഷ്മമായിട്ട് കണ്ടിരിക്കൂലേ. ഞാനാലും അങ്ങനെ തന്നെ. നമുക്കൊരു നേട്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എത്രയായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി. കാരണം അതിൽ വേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ ലോകത്ത് നടന്നുകൊടുക്കുന്നത്. എടാ ഇസ്രായേൽ എന്ന രാജ്യം ഓല എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. കുറച്ചൊരു മനുഷ്യത്വം പോലും ഇല്ലാത്ത ഓല എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. കൈതാള് പലസ്തീന എന്ന നഗരത്തിലെ പിഞ്ചു കുട്ടികളെ മാംസം, പച്ച മാംസം തിന്നോണ്ട് നിൽക്കുക. ഇന്നലെ ജനിച്ച കുട്ടി ഇന്ന് ജീവിച്ചിരിക്കണ്ടെന്ന് പോലും അറിയില്ല. അത്രക്കും ദുഷ്ടന്മാരുടാ. ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ ജനിച്ച കുട്ടി ഇന്ന് മരണപ്പെടാണ്. ആ കുട്ടിയൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? ഒരു കുട്ടിന്റെ ശരീരത്തിൽ നിന്ന് 100 കണക്കിന് ബുള്ളറ്റുകളെ പുറത്തെടുത്ത്. ഞങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ, ഓല് എന്തിനാ അങ്ങനെ ആക്രമിക്കപ്പെടണേ? ഓല് എന്ത് തെറ്റാ ചെയ്തേ? ഓല ലോകത്ത് ജനിച്ചെന്നുള്ളതാണ്. നമുക്കൊക്കെ താമസിക്കാനുള്ള വീടുണ്ട്, എടുക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്, ആവശ്യത്തിന് അധികം ഫുഡുണ്ട്, എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ വാഹനമുണ്ട്. അതൊക്കെ പോട്ടെ, നല്ല ശ്വസിക്കാൻ നല്ല അന്തരീക്ഷമുണ്ട്. അതുപോലെ അവർക്ക് പലസ്തീനത്തെ ആൾക്കാർക്ക് ഇല്ലടാ. ഈ നമുക്ക് ചെയ്യാൻ പറ്റിയത് പ്രാർത്ഥിക്കല്ലാത്ത വേറെ നിവർത്തില്ല, വേറെ വഴികളില്ല. നമ്മള് ദൈവത്തോട് കൈമലർത്തുമ്പോ അവരെ ഉൾപ്പെടുത്തുക. സത്യത്തില് ഓലെ കുറിച്ച് നമ്മളൊന്നും മൈൻഡാക്കണ പോലും ഇല്ല. അത് ചിലപ്പോ നാളെ നമുക്ക് എല്ലാം നമ്മളെ നേരെ വരുമ്പോഴേക്കാരെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയാം. അതുകൊണ്ട് എല്ലാവരും പരമാവധി പലസ്തീനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.